കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത് ആരാണ്? റെനി പത്തനംതിട്ട. നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. റെനി പത്തനംതിട്ട സാക്ഷ്യം. അവരിവിടെ ഉടമ്പടി എടുത്ത്, അവർ പത്തനംതിട്ടക്കാരിയാണ്. പെട്ടെന്ന് അവർ അബുദാബിയിലാണ് താമസം, ഭർത്താവുമായിട്ട് അവിടെ താമസിക്കുക, കുടുംബമായിട്ട് അവിടെ താമസിക്കാൻ. അവർ അബുദാബിയിലേക്ക് പോയി. അബുദാബിയിലേക്ക് അവർ ഉടമ്പടി എടുത്തിട്ട് അവരെ ശരിക്കും ബാധിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്നറിയാമോ? മലത്തിലൂടെ ചോര പോണതാണ് അവിടുത്തെ വിഷയം. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. ഉടമ്പടിയിൽ മലത്തിൽ നിന്ന് ചോര പോകുന്നു എന്നുള്ളത് സൂചിപ്പിച്ചേ ഉള്ളൂ. അതെന്താ അങ്ങനെ അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നേഴ്സാണ്. അപ്പോൾ അവർക്ക് സയൻസായിട്ട് എന്തായിട്ട് അറിയാവും ഈ മലത്തിൽ ഇവിടെ ചോര പോണ എന്താണ്. ചിലപ്പോൾ കുടലില്ല, ആമാശയത്തിൽ എവിടെയെങ്കിലും കുരുക്കളോ സിസ്റ്റോ ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ വരും. അപ്പം അതുകൊണ്ട് അവർ അത് മരുന്നല്ല ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ചിന്താധാരകൾ മനസ്സിലായി. മെറിറ്റിൻ്റെ പ്രോബ്ലം വരണത് അത് മെറിറ്റിലാണ് അവരെടുത്തത്. ആ സംഭവം ആ മരുന്നല്ലേ ഉപയോഗിക്കേണ്ടത്. അപ്പം പിന്നെ അതിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും പിന്നെ വന്നതല്ലേ പറഞ്ഞേക്കാൻ വിചാരിച്ചുകൊണ്ട് ചുമ്മാ വന്ന് പൊണ്ടിട്ടും പോയി. മലത്തിൽ ചോര പോകുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ആ ഉടമ്പടി നേച്ചർ കണ്ട, ഉടമ്പടി നേച്ചറിൻ്റെ പോക്ക് കണ്ട. അതായത് പറയേണ്ട മെയിൻ കാരണമാണത്. പക്ഷേ അവർക്കത് പറയാൻ പറ്റണില്ല. എന്താ കാര്യം? അവർ സയൻറ്റിഫിക്കായിട്ട് നേഴ്സാണ്, അവർ സീനിയർ നേഴ്സാണ്. അപ്പം അതിന് സ്വാഭാവികമായിട്ട് നേഴ്സുമാരും ഡോക്ടർമാരും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്താ പറയണത്? അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. അത് ഓപ്പറേഷൻ കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് തമ്പുരാനോട് മണഗുണ പറഞ്ഞും പോകും. അവിടെയാണ് പണി മേടിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. അവിടെ പിടിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ കാലേ കെട്ടി വീണ് പറഞ്ഞേക്കണം, കർത്താവേ എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നിൻ്റെ കൃപയില്ലെങ്കിൽ ഈ വിഷയം മുഴുവൻ നിന്നെ ഏൽപ്പിക്കുന്നു. ബുദ്ധിപൂർവമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. അപ്പോഴെന്നാ പറ്റണത്? അപ്പോഴെന്നാ പറ്റും? നമ്മൾ എളിമപ്പെടും. ഈ നമുക്ക് മെറിറ്റിനുണ്ടാക്കുന്നൊരു കുഴപ്പം അറിയാവോ? നിങ്ങളുടെ എളിമ കളയും. മനസ്സിലായില്ലേ? എളിമ എന്ന് പറഞ്ഞ സംഭവമില്ല. അവരാണല്ലോ ഇത് വർക്ക് ചെയ്യണത്. എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമെന്നാണ്. നമ്മൾ എളിമ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഈ അടിമകളുടെ എന്തോ മാനസികാവസ്ഥ ഉള്ളത് കാരണം എളിമ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കുന്നത്. അങ്ങനെയല്ല, അത് എംപവർ ചെയ്യുന്ന മാനസികാവസ്ഥയാണ്. അത് സമർപ്പണമാണ് ബേസിക്കായിട്ട്. അതായത് അമ്മ ചെയ്തത് ഇതാ, കർത്താവിൻ്റെ ദാസ്യെന്ന് പറഞ്ഞതുപോലെ അമ്മ ദൈവത്തിന് സമർപ്പിക്കണം. അപ്പം നിനക്ക് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ പോലും നീ സമർപ്പിക്കണം. എന്താ കാര്യം? അത് എപ്പോഴും നിനക്ക് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്, മുതൽ മുടക്കാൻ പണമുണ്ട്, റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെതാണെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നീ സമർപ്പിക്കണം. ഇപ്പം എന്താ സംഭവിച്ചു? ഇപ്പം ഈ മലത്തിൽ നിന്ന് ചോര പോകുന്നതിൻ്റെ കാരണമായിട്ടുള്ള ആമാശയത്തിൻ്റെയും അല്ലെങ്കിൽ കുടലുകളുടെയും ഡിസീസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഇവർക്ക് സയൻറ്റിഫിക്കായിട്ട് കൈകാര്യം ചെയ്ത് മെഡിക്കേറ്റഡായിട്ട് അത് ചെയ്യാം എന്ന് അവർക്കൊരു ബോധമുള്ളത് കൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ അത് സമർപ്പിച്ചിട്ടില്ല. ഈ കൊടുത്ത പോയിന്റ് ഇത് നിങ്ങൾക്ക് വരും. ഈ അപകടം വരുത്താതിരിക്കാനാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയണത്. ഇവരതിന് ശേഷം ഉടമ്പടി ചെയ്ത് അബുദാബിയിലേക്ക് പോയി. അബുദാബിയിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം ഇവർ കറിക്ക് അരിയാൻ വേണ്ടി ചോപ്പിംഗ് ആയിട്ട് ബോർഡില്ലേ, നമ്മൾ പച്ചക്കറി അരിയുന്ന സാധനമുണ്ടല്ലോ, അത് ആ ബോർഡ് എടുത്ത് കത്തിയൊക്കെ എടുത്ത് ഇവർ രാവിലെ എടുത്ത് ഈ സാധനം എടുത്തായിട്ട് ഒരു ഓർമ്മ ഉണ്ട്. അടുത്ത സെക്കൻഡിൽ കണ്ണ് തെറ്റി കത്തി താഴെ വീണ് തള്ളവിരലിൻ്റെ ഞരമ്പ് മുറിഞ്ഞുപോയി. ചോര ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റാൻ തുടങ്ങി. ഇവർക്ക് ബോധം പോയി. ഇവരെ പൊക്കി ആശുപത്രി കൊണ്ടുപോയപ്പോൾ അതൊക്കെ മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ. അതൊക്കെ മുമ്പ് ഇവരൊന്ന് ആശുപത്രി പോയായിരുന്നു. ആശുപത്രി പോയപ്പോൾ ഡോക്ടർ ഇവരുടെ മലത്തിൽ നിന്ന് ചോര പോകുന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിന് എൻഡോസ്കോപ്പി എടുക്കണം, ഈ വായിൽ കൂടി ക്യാമറ കയറ്റി വിടണ പരിപാടിയുണ്ട്. പിന്നെ കൊളനോസ്കോപ്പി എടുക്കണമെന്ന് പറഞ്ഞ്, അതെന്താണ് കുടലിലൂടെ ക്യാമറ കയറ്റി വിടുന്നത്. പക്ഷേ അവിടെയൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സമയമുണ്ട്, അതിന് 1 മാസം എടുക്കും. 1 മാസം എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയും എടുത്താൽ മാത്രമേ മലത്തിൽ നിന്ന് ചോര പോയ കാര്യം എന്താണെന്ന്
കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിന് 1 മാസത്തെ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അതുവരെ ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ മെറിറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റേതായിട്ടുള്ള ഒരു പരാധീനതയുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, അറിവുണ്ട്, പണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ദൈവത്തെ അവോയ്ഡ് ചെയ്യരുത്. ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കലിബറ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ കപ്പാസിറ്റി, കഴിവ് ദൈവത്തെ അറിയാതെയോ അവബോധ തലത്തിലോ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടിയുടെ ലെവൽ നമ്മൾ നോക്കുകയാണ്. ഇപ്പം ജനറേറ്ററൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോയി അവിടെ മാനേജറെ പോയി നോക്കും, ഓയിൽ ലെവൽ കറക്റ്റാണോ നോക്കും. അത് കാറ് നോക്കത്തില്ലേ, വെള്ളമുണ്ടോ എന്ന് നമ്മൾ നോക്കത്തില്ലേ. ഇതുപോലെ ദൈവത്തെ അവോയ്ഡ് നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മുടെ ബുദ്ധിക്കും കഴിവിനും ചെയ്യാവുന്ന കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാതെ ആ മേഖല ദൈവത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ മക്കൾ നോക്കണം. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നിൻ്റെ നിലപാടിലൂടെയാണ്. എൻ്റെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ പേടിയെന്നല്ല, അതിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹെവി വല്ല ഓപ്പറേഷനോ വല്ലതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇവരിതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി എടുക്കണം. അപ്പോൾ ആ ഒരു വിഷയം ഉള്ള സമയത്താണ് കാലിൽ കത്തി വീണിട്ട് ഇത് മുറിഞ്ഞത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. ഉടമ്പടിക്ക് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. ശ്രദ്ധിക്കുക. ഇവരെങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കണം നിങ്ങൾ. അതായത് ഇവർക്ക് ഭയങ്കര സങ്കടമായി. കാര്യം അവരൊക്കെ പറയുന്നുണ്ട് ഇപ്പം ആകെ മൊത്തം കുളവായല്ല എന്ന്. അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ആകെ മൊത്തം ചളുവായല്ല എന്ന്. കാര്യം ഇവർക്ക് ഇനി എൻഡോസ്കോപ്പ് എടുക്കണം, കൊളോസ്കോപ്പ് എടുക്കണം. ഇപ്പം ഡോക്ടർ എന്താ പറയണത്, ഇത് സ്കാൻ ചെയ്ത് തള്ളവിരൽ അറ്റുപോയത് സ്കാൻ ചെയ്ത ഡോക്ടർ പറയും ഇത് മുറിഞ്ഞെന്നാണ് തോന്നണത്. അപ്പം ഇവർക്കും അറിയാം മുറിഞ്ഞെന്ന്. കാര്യം തള്ളവിരൽ അനങ്ങണില്ല, ഈ ഡെഡ് ബോഡി പോലെ ഇരിക്കുകയാണ്, മരവിച്ച ആൾക്കാരുടെ കൈ പോലെ ഇരിക്കുകയാണ്, അനങ്ങണില്ല. അപ്പം അത് ബ്ലഡ് വെയിൻ അറ്റുപോയിട്ടാണ്. പക്ഷെ വെയിൻ അറ്റുപോയോ എന്ന് പറയാൻ സ്കാൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ബ്ലഡെല്ലാം കയറിയിരിക്കണ കാരണം സ്കാൻ റിപ്പോർട്ടിൽ വ്യക്തമല്ല, അറ്റുപോയത് കാണുന്നില്ല. പക്ഷെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി സർജൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ സർജൻ പറയും ഇത് അറ്റുപോയെന്നാണ്. എന്നിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ നിശ്ചയിക്കും. ഇപ്പോൾ വേറെ 2 ഓപ്പറേഷൻ കിടപ്പുണ്ടേ, എൻഡോസ്കോപ്പിയും കൊളോസ്കോപ്പിയും കിടപ്പുണ്ട് വേറെ. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സാധനം കയറി വിടും. എന്നിട്ട് ഇവർ ദൈവത്തെ വിട്ടുപോകാതെ, അപ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് നിൻ്റെ പ്രാർത്ഥനയും കൂടുതലാണ്, നിനക്ക് പണിയും വരുന്നുണ്ടല്ലോ എന്ന് പറയും. അത് അദ്ദേഹം പറയുന്നുണ്ട്. അതും ഇതൊക്കെ നമ്മളുടെ അതായത് നമ്മുടെ ഈ മെറിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിൽ ഇപ്പം മെറിറ്റ് കുറഞ്ഞു വേണ്ട, എന്തെങ്കിലും ദുരന്തമോ ദുഃഖമോ പരാജയമോ വരുമ്പോൾ എൻ്റെ മക്കൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഉടനെ നീ ആരോ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കണ കൊണ്ടാണ് ഞാനിങ്ങനെ ഗതി പിടിക്കാത്തത്, ഇങ്ങനെ നിൻ്റെ മെറിറ്റ് പോണതനുസരിച്ചുകൊണ്ട് നീ നാട്ടുകാരുടെ കഴുത്തേക്ക് കയറരുത്. മനസ്സിലായില്ലേ? അതാണ് ആൾക്കാർ ചെയ്യണത്. ബുദ്ധിയും വിശ്വാസം ഇല്ലാത്തവർ ചെയ്യണത് അങ്ങനെയാണ്. ആരോ എന്ത് പണി ചെയ്തിരിക്കുന്നതാണ് എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയല്ല. ഇവരിങ്ങനെ പറയണത്, ഇവർ പ്രെയറിലൂടെ മൂവ് ചെയ്യുമ്പോഴും 2-3 കാര്യങ്ങൾ നെഗറ്റീവ് സംഭവിച്ചിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്, ഇവിടെ മെറിറ്റ് പോകും, യോഗ്യത പോകും. യോഗ്യത കുറഞ്ഞ് വരും. യോഗ്യത കുറഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള യോഗ്യത, ഇതൊരു എൻജിനീയറിംഗ് ആണ് കേട്ടോ, ഒരു കവനൻ്റെ എൻജിനീയറിംഗ് ആണ് ഞാനീ പറയണത്. എങ്ങനെയാണ് ഇതിനെ സ്റ്റിയർ ചെയ്ത് പോകേണ്ടതെന്ന്. അതായത് കവനൻ കാലത്ത് നിങ്ങളുടെ യോഗ്യത, നിങ്ങളുടെ കപ്പാസിറ്റികളിൽ ചില സമയത്ത് ദൈവം ബോധപൂർവ്വം ഇടപെട്ടെന്ന് വരും. അപ്പോൾ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അല്ലെ എന്ന് ടെസ്റ്റിംഗ് ഉണ്ടാകാൻ വേണ്ടിയാണ്. 2 തിമോത്തി 1:12. 2 തിമോത്തി 1:12. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഇക്കാരണത്താലാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്
എന്ന് എനിക്കറിയാം. ദാറ്റ് ഈസ്, അതാണ് സംഭവം. അതായത് നമ്മളിപ്പോൾ അവർ റെന്നി വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആരില്ല? മെഡിക്കൽ സയൻസിലാണ്. മനസ്സിലായില്ലേ? റെന്നി വിശ്വാസം എന്തുകൊണ്ടാണ് അവിടെ ബ്ലീഡിങ്, മരത്തിലൂടെ ഉള്ള ബ്ലീഡിങ് എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ ചുമ്മാ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക മാത്രം ചെയ്തതിൻ്റെ കാരണം എന്താണ്? അവർ ആശ്രയം വെച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസിലാണ്. മനസ്സിലായി? അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അതിന് വിശ്വാസം അർപ്പിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോഴും ബേസിക്കായിട്ടുള്ള നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നിങ്ങൾ മെറ്റീരിയൽ വേൾഡിൽ നിങ്ങളുടെ വിശ്വാസം വിട്ടുകൊടുക്കരുത്. നമ്മൾ ആരെല്ലാം എന്തെല്ലാം നമ്മളെ എങ്ങനെയെല്ലാം, ഇപ്പോൾ നിങ്ങൾ 2 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ നിങ്ങളുടെ മകളെ കെട്ടിക്കുന്ന സമയത്ത് തിരിച്ചു തരാമെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പുള്ള കാശാണ്, നമുക്ക് കൊടുത്ത കാശാണ്, കിട്ടാനുള്ള കാശാണ്, ഓക്കെയാണ്, അയാൾ നമുക്ക് തരും. പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ പൈസ കൊടുക്കേണ്ട സമയത്തായിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ പറയും, അയാൾ ചോദിക്കും കൈനീട്ടം വൈകുന്നേരമായ വല്ല കുഴപ്പമുണ്ടാകുന്ന ചോദിക്കും. നമ്മൾ ഈ കോമഡി കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ ആക്കിക്കളയും. അതെന്താ പറയുക? നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന അയാളുടെ കാശാണ്, അത് നിങ്ങളുടെ കാശ് തന്നെയാണല്ല എന്നാണ്. ഇങ്ങനെയുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പലരുടെയും സ്ഫോടകാത്മകമായ അവസ്ഥകൾ. നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന നിങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു വശം നിങ്ങൾ ദൈവത്തെ തന്നെ സമർപ്പിക്കണം. ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നാളെ ഞങ്ങൾ ഇന്ന കടയിൽ പോകും, ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം ചെയ്യും, ലാഭമുണ്ടാക്കും, ആർക്കും പറയാം. പക്ഷേ ഒരു ക്രൈസ്തവന് പറയാൻ പറ്റത്തില്ല. അതല്ലേ എടുത്ത നമ്മളെ ഇവിടെ യാക്കോബിൻ്റെ ലേഖനം, നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം നടത്തും, ലാഭമുണ്ടാക്കും എന്ന് ആർക്കും പറയാം. പക്ഷേ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? വിശ്വാസി പറയുമ്പോഴേ അതിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കണം. കർത്താവ് മനസ്സാകുന്നെങ്കിൽ എന്ന് കൂട്ടിച്ചേർക്കണം. നിനക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, നിനക്ക് PR കിട്ടാനുള്ള സാഹചര്യമുണ്ട്, നിൻ്റെ ആൾക്കാർ കാനഡയിലെ UK ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് PSCയിലാണെങ്കിൽ ശരി, നിനക്ക് പഠിച്ച് പാരമ്പര്യമായിട്ട് നോക്കുമ്പോൾ എല്ലാത്തിനും റാങ്കിൽ വന്നിരിക്കുന്നതാണ്, അതൊരു മെറിറ്റിൽ നീ കയറിപ്പോകുന്നൊക്കെ നീ പറഞ്ഞാലും നീ ഒരു വിശ്വാസിയാണ് എന്നൊക്കെ പറയരുത്. എന്താ കാര്യം? കർത്താവിനോട് സ്പേസ് ഉണ്ട്, അവിടെ ദൈവഹിതത്തിന് സ്പേസ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യണം? കർത്താവ് മനസ്സാകുന്നെങ്കിൽ വായിച്ചോളൂ. യാക്കോബ് 4:13-14-15. യാക്കോബ് 4-ാം അധ്യായം 14-15. ഇന്നോ നാളെയോ പറഞ്ഞേ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് റൈറ്റ്, ഗോട്ട് ഇറ്റ്. അതായത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് സമർപ്പണം. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, മെറ്റീരിയലായിട്ട് നിങ്ങൾ ഓക്കെ ആയിരിക്കുന്ന കപ്പാസിറ്റി ഉള്ള വിഷയങ്ങളാണെങ്കിൽ പോലും വിൽ ഓഫ് ഗോഡ്, ദൈവ തിരുമനസ്സാണെങ്കിൽ ഞങ്ങളത് ചെയ്യും. അപ്പോൾ ദൈവ തിരുമനസ് ഇതിൻ്റെ ഒരു പാക്കേജിൻ്റെ ഭാഗമാക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? മോൾക്ക് റെനിക്ക് പറ്റിയ കുഴപ്പം എന്താ? റെനി ആ ബ്ലീഡിങ്ങിൻ്റെ വിഷയം അവർക്ക് മെഡിക്കൽ സയൻസിൽ അറിയാവുന്ന, അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ, മെഡിക്കൽ സയൻസിൻ്റെ അറിയാവുന്ന കൊണ്ട് അതൊരു മെഡിക്കൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടമ്പടി പ്രൊസീഡിങ്സിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞ് ആ സ്പേസിലില്ല. ദാറ്റ് മീൻസ് അത് അവരുടെ ബേസിക് മെൻറ്റാലിറ്റിയാണ്. ഒരു സിംഗിൾ ഇഷ്യൂസിന് വേണ്ടിയുള്ള
ഒരു നടപടിക്രമമല്ല. അവിടെ നിലപാടാണത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ദൈവത്തെ ഉൾപ്പെടുത്തത്തില്ല. ദാറ്റ് ഇസ് റോങ്. അവർക്ക് ബുദ്ധി കൊണ്ടോ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന് അവിടെ പ്രൊവിഷനില്ല. അത് ദൈവത്തിൻ്റെതല്ല. ആ വിഷയത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് മറ്റു തരത്തിലൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം ദൈവത്തിൻ്റെ സമർപ്പണത്തിൽ കൊണ്ടുവരും. പക്ഷേ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? ഒരു ദൈവ പൈതലാണെങ്കിൽ നിൻ്റെ കഴിവുകേടുകളും എല്ലാം ബേസിക്കായിട്ട് നീ ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് വേണം നിൻ്റെ ആധ്യാത്മിക ജീവിതം പുനഃക്രമീകരിക്കാൻ. നീ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, ബേസിക്കായിട്ട് നീ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ള ആളാണെങ്കിൽ ദൈവം ഈ വിഷയത്തിൽ ഇടപെടും. റിനുവിന് സംഭവിക്കണത് എന്താ? കത്തി വീണു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം എന്താ വെച്ചാൽ ഇത് തള്ളവിരലല്ലേ, അപ്പോൾ വിരൽ അനങ്ങണില്ലേ, അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണം, വരച്ചിങ്ങനെ ഡെഡ് ബോഡി പോലെ. ഈ നമ്മൾ മോർച്ചറി ചെല്ലുമ്പോൾ കാണുന്നില്ലേ, ഞാൻ കുറേ മോർച്ചറി പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ തള്ളവിരലല്ലേ കെട്ടി വെക്കണത് ആളിൻ്റെ പേര്, അപ്പോൾ അതുപോലെ ഇങ്ങനെ തള്ളവിരൽ ഇരിക്കുക, അനക്കമില്ല. പക്ഷേ ഇത് അപ്പം ഡോക്ടർ, അപ്പോൾ ഇവള് ജപമാല ചെല്ലുന്ന ആളാണ്. ജപമാല ചൊല്ലിക്കൊണ്ട് ഡോക്ടർ ഇപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ അമ്മയെ വിളിക്കും, പരിശുദ്ധ അമ്മയെ ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും. അവിടെ സ്പേസായി, അവിടെ ആ സ്പേസിലേക്ക് വരും ആൾ. കണ്ട പതുക്കെ ഈ സാധനം അവിടെ അമ്മ കക്ഷിയാവും. നിങ്ങളുടെ കേസിൽ അമ്മയെ കക്ഷിയാക്കാത്താണ് കുഴപ്പം വരുന്നത് ചില കാര്യങ്ങൾക്ക്. ഫുൾ ആൻഡ് ഫുൾ. അപ്പോൾ അമ്മയെന്ന് വിളിക്കുക, അമ്മയെ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയും, എനിക്ക് പറ്റത്തില്ലെന്ന് പറയും. ഉടനെ ഡോക്ടർ പറയും, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരാഴ്ച വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നോക്കി അവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് പ്രെയർ ടൈം, അത് ആ പ്രെയർ ടൈമാണ്. ഒരാഴ്ച വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ മാറ്റാമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അതെന്ന് വെച്ചാൽ അങ്ങേക്കത് കൃത്യമായിട്ടത് സ്കാനിങ് റിപ്പോർട്ട് വ്യക്തമാകണം. അപ്പോൾ റീസ്കാൻ ചെയ്യുമ്പോൾ ബ്ലഡെല്ലാം മാറി ഇപ്പോൾ ഓക്കെ ആയി കാണുമല്ല. അപ്പോൾ അത് മുറിഞ്ഞിരിക്കണമെങ്കിൽ മുറിഞ്ഞിരിക്കും. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഓപ്പറേഷൻ അല്ല വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി കിടപ്പുണ്ട്, അത് വേറെ വിഷയം. അതിപ്പോൾ ഈ കാലിൻ്റെ വേദനയും മുറിഞ്ഞു പോയ ബ്ലഡ് കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പിയൊക്കെ മറന്നവർ പരിപാടി ആപ്പടെ ബ്ലഡ് ബ്ലീഡിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതിപ്പോൾ റെഫറൻസിൽ എടുക്കണില്ല, വേറെ ഒരു വിഷയമായി. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നിൻ്റെ പ്രാർത്ഥന കൂടുന്തോറും നിനക്കിതുപോലെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ വിട്ടുകൊടുക്കത്തില്ല. അതോർത്തിട്ടോ ശരിയാണല്ലോ, എനിക്ക് പ്രശ്നമാണല്ലോ എന്ന് പറയത്തില്ല. അതെ, ചില ആൾക്കാരെങ്ങനെ പറയും. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഈടറിവ് സംഭവിക്കുമ്പോഴാണ് നമുക്കറിയാമല്ലോ, നമ്മൾ വെറുതെ കിടന്നാൽ വരെ ഷുഗർ രോഗം ഉണ്ടെങ്കിലൊക്കെ ഉറുമ്പ് നമ്മുടെ അടുത്ത് വരത്തുള്ളൂ. ചത്ത് കിടന്ന ഉറുമ്പ് മാത്രമല്ല, പാറ്റ, പല്ലി, എല്ലാ ക്ഷുദ്രജീവികളും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ ഒരു ഡെഡ് ബോഡി കിടക്കുകയാണെങ്കിൽ എവിടെ നിന്നെല്ലാം ഒക്കെ ഉറുമ്പും ഈച്ചയും എല്ലാ സാധനവും വരണ കാണാം. ഇതുപോലെ തന്നെയാണ് ആധ്യാത്മികമായി നമ്മൾ ചത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ നിരീശ്വര ഈച്ചകളും വരും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പറയും, ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൂടിയില്ലേ, ഇപ്പം എന്നാ പരിപാടി, ഇങ്ങനെയാണ് കാണേണ്ടത്, ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നാൽ മതിയാ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോ വയ്യാവേലികൾ വരും, ജോബിൻ്റെ അടുത്ത് വന്ന പോലെ. അപ്പം ഇതിനകത്ത് അറിഞ്ഞുകൊണ്ടല്ല, ഭർത്താവ് അങ്ങനെ മോശമായിട്ട് പറയുകയല്ല, നല്ല സ്നേഹമുള്ള ഭർത്താവാണ്. പക്ഷേ ഇവളുടെ പ്രാർത്ഥന കൂട്ടിയിട്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നതല്ല എന്ന് ഓർക്കുമ്പോഴും, പക്ഷെ പുള്ളിയുടെ കൗണ്ടർ ഇങ്ങനെ ഇവരുടെ കരളിനീട്ട് തന്നെ കൊള്ളുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവളെ കൗണ്ടർ നേരെ മാതാവിൻ്റെ അടുത്തൊരു, അമ്മേ ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു. എന്താ കാര്യം? ഡോക്ടർ ഓപ്പറേഷൻ പറയണ്, ഭർത്താവും ഓപ്പറേഷൻ പറയണ്, പക്ഷേ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, നീ എന്നെ സുഖപ്പെടുത്താം. അതാണ് പ്രശ്നം. അവിടെ ഇപ്പോൾ അമ്മ കക്ഷിയായി. ഉടനെ അമ്മ കക്ഷിയായി എൻ്റെ അടുത്ത്. ഭർത്താവ് ഓപ്പറേഷൻ പറയുന്നു, അല്ല ഡോക്ടർ ഓപ്പറേഷൻ പറയുന്നു, ഭർത്താവ് പറയണതും ഓപ്പറേഷൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു ബേസിക്കായിട്ട് വിശ്വാസിയാണ്. ഇത് ഒരു കാര്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതവരുടെ മെഡിക്കൽ സയൻസിന് അവർ മെഡിക്കൽ പ്രാക്ടീഷനായതുകൊണ്ട് അവർ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ദൈവത്തോട് അടുപ്പമുള്ള കക്ഷിയാണ്. അപ്പോൾ അവർ പറഞ്ഞ് അമ്മയോട് പറയും, അമ്മയെ നീ എന്നെ സുഖപ്പെടുത്തും, എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും. ഉടനെ അവിടെ ഒരു തീരുമാനം എടുക്കും. ഈ ആരാധന ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആരാധന എക്കാലത്തും ആരാധന തന്നെയാണ്, അതൊരു പ്രോഗ്രാമല്ല. ഇപ്പം ഈശോയുമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഒരു പ്രോഗ്രാമല്ല. അപ്പോൾ റീനു എന്താ പറയണത്,
ഞാനിപ്പോൾ ഒരു യൂട്യൂബിലൊരു ഉടമ്പടി ആരാധന കൂടും, അത് 2 മണിക്കൂറാണ്. അത് മൊത്തം ഞാനിതിന് കൂടും. പക്ഷേ അമ്മയോട് എനിക്ക് കാര്യം പറയാനുണ്ട്. 3 മണിക്കൂറിനുള്ളിൽ എൻ്റെ കാല് നിവർന്നിരിക്കണം എന്ന് പറയും. അതാണ് അധികാരം എന്ന് പറയുന്നത്. ആധ്യാത്മിക ബന്ധം ഉണ്ടാകുമ്പോൾ അധികാരം ഉണ്ടാകും മനുഷ്യനെ. ഞാനിനി ഉടമ്പടി ആരാധന ഇപ്പോൾ ഇരുന്ന് കൂടും, 2 മണിക്കൂറുണ്ടത്, അത് മൊത്തം കൂടും. അമ്മയ്ക്ക് ഞാൻ 3 മണിക്കൂർ തരാം. 2 മണിക്കൂർ ആരാധനയുടേത്, 1 മണിക്കൂർ എക്സ്ട്രാ. 3 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ കാല് നിവർന്നിരിക്കണം, എനിക്ക് ഓപ്പറേഷൻ പറ്റത്തില്ലെന്ന് പറയും. എന്ന് പറഞ്ഞ് ഇവൾ ഒരു 2 മണിക്കൂർ ഇരുന്ന് തുടരാൻ ആരാധന കൂടും. എന്നിട്ട് 3 മണിക്കൂർ വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. 3 മണിക്കൂർ, കറക്റ്റ് 3 മണിക്കൂർ കഴിയുമ്പോൾ കാല് പൊക്കും. എൻ്റെ ദൈവമേ, ആ തള്ളവരിൽ അങ്ങനെ തന്നെ പഴയതുപോലെ പൊങ്ങി വരും. ഇതാണ് അതായത് അപ്പം എന്തായി? അപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റായി. ഇവള് ഭർത്താവിനോട് പറയുന്നത് എൻ്റെ കൈ വിരല് പഴയതുപോലെയാന്ന് പറയുമ്പോൾ ഭർത്താവ് അംഗീകരിക്കത്തില്ല. പിന്നെ അത് ഡോക്ടർ പറയണമെന്ന് പറഞ്ഞു, നീയാണോ പറയണത്? അതാണ് ആൾക്കാരുടെയൊക്കെ സ്വഭാവം. ഇതാണ് അതായത് രോഗിയായ നീ മിണ്ടണ്ട, രോഗിയല്ല ഇത്രയും നേരം മരവിച്ചിരുന്ന തള്ളവിരൽ ഉയർത്തുകയും പൊക്കുകയും ചെയ്യണത്. പക്ഷേ സ്വന്തം ഭർത്താവിന് രോഗിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അതായത് ഇപ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഭർത്താവിന് വേണ്ടത് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അതായത് ഡോക്ടർ പറയണം കൈ സുഖപ്പെട്ടു, രോഗി പറഞ്ഞാൽ പോരാ. ഇതാണ് ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ അല്ല, ഒരു ദുരന്തം. അത് രോഗി പറഞ്ഞാൽ പോരാ, രോഗിയല്ല പറയേണ്ടത്, ബേസിക്കായിട്ട് അവളല്ല അനുഭവിക്കണത്. ഇന്നലെ ഈ നിമിഷം വരെ ഡെഡ് ബോഡി ആയിട്ടിരുന്ന വിരലാണ് ഇപ്പോൾ പൊങ്ങാനും താരാനും തുടങ്ങിയപ്പോൾ അവളുടെ ബോഡിയിലുള്ള പെയിനും ഇല്ല, ഒക്കെയായി. പക്ഷേ പറ്റത്തില്ല ഭർത്താവിന് പറയും നിനക്ക് വേദന ഇല്ലെന്ന് ഡോക്ടർ പറയണം. അതെങ്ങനെ പറയാൻ പറ്റും? നിനക്ക് ഇത് സുഖപ്പെട്ടു എന്നുള്ളത് ഡോക്ടർ പറയണം. അപ്പോൾ ഇവൾക്ക് പിന്നെയും വിഷമമായി. ഇനി ഡോക്ടറിന് ചിലപ്പോൾ ചില ഡോക്ടർമാർക്ക് ആളെ കണ്ട ഓപ്പറേഷൻ ചെയ്യണമെന്ന് തോന്നുന്ന സർജന്മാരുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ദേ നോക്കിയേ എൻ്റെ കാല് ഇപ്പം അനങ്ങണില്ല, അത് പൊങ്ങി വരുന്നുണ്ട്, പഴയതുപോലെ ആയെന്ന് പറഞ്ഞു. അത് പഴയതുപോലെ ആയിട്ടില്ലെന്ന് ഡോക്ടർ പറയും. അത് പഴയതുപോലെ ആയിട്ടില്ലെന്ന്. അപ്പോൾ ഒക്കെ പേടിയായി. ഇല്ല ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കൂ, അത് പഴയതുപോലെയായി. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ അധികം നേരം അവരെ മുറി നിന്നില്ല. അത് കർത്താവ് ചെയ്ത പരിപാടിയാണെന്ന് പറഞ്ഞവിടെ ഇറങ്ങിപ്പോകുന്നു. ആ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. അപ്പം തിരിച്ച് വീട്ടിൽ വരും. പിന്നെയും കിടപ്പുണ്ടല്ലോ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, പഴയ ഫയല്, മാതാവിൻ്റെ അടുത്ത് വെക്കാഞ്ഞ ഫയലില്ലേ, അപ്പോൾ ആ ചാപ്റ്റർ അത് റണ്ണിങ് ആണല്ല. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി മണാഗുണാന്നൊക്കെ ഇപ്പം ചുമ്മാ ഒന്ന് പോണ്ടിയിട്ടിട്ടേ ഉള്ളു, പക്ഷേ ഇപ്പം ഞാൻ പണി മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം എൻ്റെ ഹീമോഗ്ലോബിൻ 8 ആണ്. ഇതൊന്ന് 12 തന്നാൽ, അവർ സയൻറ്റിഫിക്കായിട്ടാണ് അമ്മയോട് സംസാരിക്കണത്. ഇതൊരു 12 തന്നാൽ പിന്നെ എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ കുഴലിറക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അതിനുശേഷം ഇവർ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം കൂടി ചേർത്ത്, അപ്പോൾ സയൻസ് പോയി, മനസ്സിലായില്ലേ, മെറിറ്റ് പോയി. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഗ്രേസ് അവർക്ക് ചെയ്യണത്. ഇവരോട് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം കൂടി ചേർത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി അവർ ഒരു അല്പം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ചേർത്തിട്ട് ചൂടുവെള്ളം കുടിക്കും. കുടിച്ച് 2 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ 8 എന്ന് 12 ആവും, നോർമലാവും. അപ്പോൾ പിന്നെ ബ്ലീഡിങ് വരവ് നിറയ്ക്കും, ക്ലിയറായി, ആൾ പൂർണ്ണമായി സുഖപ്പെട്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ.